ഇന്ന് രാവിലെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഗ്രൗണ്ട് വരെ ഒന്ന് പോകാൻ നിർത്തും. ഞാൻ 5 മുതൽ 7 വരെ പഠിച്ചത് നമ്മുടെ നാട്ടിലുള്ള സെറ്റിൽമെൻറ്റ് സ്കൂളിലാണ് ട്ടോ. സെറ്റിൽമെൻറ്റ് സ്കൂളിൽ പഠിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് വെറുതെ. നമ്മൾ ഗേറ്റ് കടന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ദേ മുകളിലേക്ക് കുറേ സ്റ്റെപ്പുകൾ കയറിപ്പോണ്ട്. കുറേ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറി ചെന്ന് നിൽക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇവിടുത്തെ LP സ്കൂള്. അതും ഒരു അടിപൊളി സ്കൂളാണ്. നമ്മളിങ്ങനെ ഈ റോഡ് നേരെ ചെല്ലണത് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്കാണ്. ഇതേ ഒരു ചേട്ടൻ നടക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. രാവിലെ കുറേ നടക്കണ ആൾക്കാരും ഓടണ ആൾക്കാരും പിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർ അങ്ങനെ ഗ്രൗണ്ട് എപ്പോഴും സജീവമായിരിക്കും. ഇതാ കാണുന്ന ഓഡിറ്റോറിയം കണ്ട അതാണ് നമ്മുടെ സെറ്റിൽമെൻറ്റ് സ്കൂളിൻ്റെ ഓഡിറ്റോറിയം. അന്ന് യൂത്ത് ഫെസ്റ്റിവലും ആനിവേഴ്സറി ഒക്കെ നടന്നുകൊണ്ടിരുന്ന ആ ഓഡിറ്റോറിയത്തിലാണ്. ഒരുപാട് റബ്ബർ മരങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മുടെ സെറ്റിൽമെൻറ്റ് സ്കൂൾ. ഇത് ഈ കാണുന്ന ബിൽഡിങ് അന്ന് ചെറിയ ചെറിയ പാവകളൊക്കെ ഉണ്ടാക്കുന്ന പാവ കമ്പനി ആയിരുന്നു അന്ന്. അപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് പോണ വഴിയാണിത്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു പൊതുവികാരമാണ്. കാരണം ഒരുപാട് മത്സരങ്ങൾ, പഞ്ചായത്ത് മേളകൾ, ടൂർണമെൻറ്റുകളൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ ഗ്രൗണ്ടിലാണ്. ഈ അടുത്തായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാഴ 2 സിനിമയുടെ ഒരുപാട് സീൻസ് എടുത്തേക്കണ ഈ സ്കൂളിലും ഈ ഗ്രൗണ്ടിലൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പദവിയുള്ള ഒരു സ്കൂളായിട്ട് നമ്മുടെ സ്കൂൾ ഉയർന്നിരിക്കുകയാണ്. ഇവിടെ പഠിച്ചവർക്ക് അറിയാൻ പറ്റും, പണ്ട് ആ ഷെഡിലായിരുന്നു 2 ബസ് ഉണ്ടായിരുന്നു അന്ന്. ഇപ്പം എത്ര ബസ്സെന്ന് അറിയില്ല. 2 ബസ് പാർക്ക് ചെയ്തിരുന്ന ഷെഡാണത്. ആ ബസ്സിനെ നമ്മൾ കളിയാക്കി വിളിക്കുമായിരുന്നു കാജ ബസ്, മൂട്ട ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ കളിയാക്കി വിളിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നിവിടെ വന്നപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി.